ഹായ് ഫ്രണ്ട്സ്, ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും പൊടിപൊടിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ആണ് മുമ്പിൽ. രാജിവെക്കുമോ ആരോഗ്യമന്ത്രി? ഒരു സാധ്യതയുമില്ല. വെറുതെ യൂത്ത് കോൺഗ്രസ്സുകാരും മറ്റുള്ളവരും വെറുതെ വഴി കിടന്ന് പോലീസ് ചവിട്ടുകൊള്ളാമെന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്പർ 1, മന്ത്രിസഭാ പുനഃസംഘടനയോ ഭരണമാറ്റമോ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റത്തിന് ഈ മുന്നണിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അത് മന്ത്രിസഭയുടെ 4ാം പിറന്നാളിന് മുമ്പ് സംഭവിക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിക്കോ അതിന് തലവനായ മുഖ്യമന്ത്രിക്കോ അങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ല എന്നർത്ഥം. പിന്നെ ഒരു ഭരണമാറ്റമോ മുന്നണി മാറ്റമോ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ മുന്നണിയിലെ ഘടകകക്ഷികളെ ചാക്കിട്ട് പിടിക്കണം. എന്ന് പറഞ്ഞാൽ സ്ഥാനമോഹികളെ സ്വാധീനിക്കണം. പക്ഷേ സ്വാധീനിക്കണമെങ്കിൽ അവർക്ക് നൽകാൻ സ്ഥാനങ്ങൾ വേണ്ടേ? കേന്ദ്രത്തിലും ഭരണത്തിലില്ല, കേരളത്തിലുമില്ല. പിന്നെ കോൺഗ്രസിന് എന്ത് സ്ഥാനം ഓഫർ ചെയ്യാനാണ്? അങ്ങനെ ഒരു ഓഫർ കൊടുക്കാൻ പോലും കോൺഗ്രസ് സാധിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ വലയിലേക്ക് ഇടതുപക്ഷ മുന്നണിയിൽ ഏതെങ്കിലും പാർട്ടി ചെന്ന് കയറുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് തന്നെ പ്രധാന കാരണം. അതിനേക്കാൾ ഓഫർ കൊടുക്കാൻ സാധിക്കുന്നത് ബി ജെ പിക്കാണ്. ബി ജെ പിയിലേക്ക് പോയത് കൊണ്ട് കാര്യമൊന്നുമില്ല, ഫലമില്ല എന്ന് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാളയത്തിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് ആരും നടന്നു കയറുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ്സുകാർ ഇത് ഓർത്താൽ മാത്രം മതി. ഇന്ന് കോൺഗ്രസിനുള്ളതിനേക്കാൾ 3 ഇരട്ടി അംഗബലമുണ്ട് CPM-ന് തന്നെ. ആ CPM-ഉം CPI കൂടി ചേർന്ന് അവർക്ക് ഭരിക്കാം. ബാക്കിയുള്ളവർ വേണേ കൂടെ നിൽക്കുക, അത്ര തന്നെ. കിട്ടുന്നതൊക്കെ മേടിക്കാൻ, കിട്ടിയില്ലെങ്കിൽ മിണ്ടായിരുന്നോളുക. അതുകൊണ്ടാണ് മറ്റു പല ഘടകകക്ഷികളും നിഷ്പ്രഭരായി പോകുന്നത്. അവിടെ ബാർഗെയിനിങ് ഇല്ല, അല്ലെങ്കിൽ വിലപേശലില്ല, ഒന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ പോവാം, അത്ര തന്നെ. പോയാലും ഒരു ചുക്കും സംഭവിക്കാനില്ല. ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നു. അപ്പോൾ ഒരു ജയിച്ചു എന്ന് കരുതിയോ, പുതുപ്പള്ളി ജയിച്ചു എന്ന് കരുതിയോ നിയമസഭാ ഇലക്ഷനിൽ ഈ MLA-മാരെല്ലാം തോറ്റുപോകുന്നാരും കരുതിയേക്കരുത്. ചിലക്ക് തൂക്കമായിരിക്കാം, എന്നാൽ പോലും 98 അംഗങ്ങളുടെ പിൻബലമുണ്ട്. 10, 15, 20 പേര് തോറ്റാൽ പോലും പിന്നെയും ഭരണം കയ്യിലാണ്. ആരെങ്കിലും ഒക്കെ തോക്കുമായിരിക്കും എന്ന് കരുതി എല്ലാവരും തോറ്റു പോകുമോ? ഇല്ല. മറുവശം ആലോചിക്ക്, കോൺഗ്രസിന് മുസ്ലിം ലീഗ് കൂടെ ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ കഥ തടയുക. അല്പം പിന്നോട്ട് നോക്കിയാൽ ഇക്കാര്യം വ്യക്തമാകും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ഒരുപാട് പേര് പ്രതീക്ഷിച്ചു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന്. ഒരു ട്രെൻഡ് അവർക്ക് അനുകൂലമായിരുന്നു. ആ ട്രെൻഡ് അനുകൂലമായിരുന്നതിനാലാണ് രാഹുൽ ഗാന്ധി നിൽക്കാഞ്ഞിട്ട് പോലും അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. അങ്ങനെ പല മണ്ഡലങ്ങളിലും. കാരണം ട്രെൻഡ് അവർക്ക് അനുകൂലമായിരുന്നു. പക്ഷേ BJP-യുടെ അടിത്തറ ശക്തമായിരുന്നു. ശക്തമായ അടിത്തറ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ സീറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിൽ പോലും അധികാരം നിലനിർത്തുവാനായി. അതേസമയം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടം മാത്രമായിരുന്നു. ഒരുപക്ഷെ നിതീഷ് കുമാറും അല്ലെങ്കിൽ മായാവതിയും എല്ലാം കൂടി ചേർന്ന് ഒരു കൂട്ടുമന്ത്രിസഭ ഉണ്ടാക്കിയിരുന്നെങ്കിൽ 6 മാസത്തിനകം തകർന്ന് വീണേനെ. ആശയപരമായി യോജിക്കാനാവാത്തവർ ഒന്നു ചേർന്ന് ഒരിക്കലും നീണ്ടു നിൽക്കുകയില്ല. പണ്ടത്തെ ജനതാ ഗവൺമെന്റ് പോലെ ആയി തീരുമായിരുന്നു. അത് ആശയപരമായി യോജിക്കാനാവാത്തത് യോജിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എങ്കിലേ അത് നീണ്ടു നിൽക്കുകയുള്ളൂ. പിന്നെ BJP-ക്ക് പറയാം ഞങ്ങൾക്ക് മാത്രമേ സുസ്ഥിരമായ ഭരണം കാഴ്ചവെക്കാനാവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് അടിത്തറ മെച്ചപ്പെടാതെ ഒരു ഭരണമാറ്റം ഇവിടെ സംജാതമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഏതാനും ചില തോറ്റാൽ പോലും വീണ്ടും പിണറായിസം അല്ലെങ്കിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരാനാണ് ഏറെ സാധ്യത. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളും ആ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയാണ് എന്നുള്ളതല്ലാതെ വെറുതെ യൂത്ത് കോൺഗ്രസ്സുകാരും മറ്റും പോലീസിനോട് ഏറ്റുമുട്ടി വെറുതെ തല്ല് വാങ്ങാമെന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കാര്യം ആലോചിച്ച് നോക്കി, മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശത്താണ്. പകരം ചാർജ് ആരെയും ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഭരണയന്ത്രം ആ കൈകളിൽ സുഭദ്രം. അല്പം പിൻപോട്ട് നോക്കിയേ, ശ്രീമാൻ K. കരുണാകരൻ വിദേശത്ത് പോയി ചികിത്സയ്ക്കായി. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെയും കേരള രാഷ്ട്രീയത്തെയും തന്നെ ആകെ മാറ്റിമറിച്ചു. തിരിച്ചു വന്നപ്പോൾ കൂടെ വന്നിരുന്ന പലരും പാലം വരിച്ചു. അത് തന്നെ കാര്യം. അത്തരം ഒരു പരിപാടി ഇവിടെ നടക്കുകയില്ല. എല്ലാം മുഖ്യമന്ത്രിയുടെ കൈകളിൽ സുഭദ്രം. അതുകൊണ്ട് ഒരു മന്ത്രി രാജിവെക്കലോ അത്തരം കാര്യങ്ങളൊന്നും ഇതിൻ്റെ പേരിലോ ഏതിൻ്റെ പേരിലോ സംഭവിക്കാൻ പോകുന്നേയില്ല. താങ്ക് യു.